ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കോന്നി ഇക്കോ ടൂറിസം സെൻ്ററാണ് കാണാൻ പോകുന്നത്. ഇതൊരു എലിഫൻറ്റ് ഷെൽട്ടർ ഏരിയ ആണ്. കോന്നിയിലാണ്, പത്തനംതിട്ട കോന്നിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ താരിഫാണ് കോന്നി ഇക്കോ ടൂറിസത്തിൽ അഡൾട്ട്സിന് 40 ആണ്, ചിൽഡ്രൻ 15, സ്റ്റുഡൻസ് 15 അങ്ങനെ. പിന്നെ പാർക്കിംഗ് ഫീസ് ഉണ്ട് ഇവിടെ. മൺഡേ അവധിയാണ്. മൺഡേ ആണ് അവിടുത്തെ അവധി. ഇതിൻ്റെ ഒരു മാപ്പാണ്, ആ കോന്നി ഇക്കോ ടൂറിസത്തിൻ്റെ മാപ്പാണത്. നമ്മൾ ഫാമിലി ആയിട്ടാണ് അവിടെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. മോക്ക് ആന ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിവിടെ കയറിയതിന് ശേഷം കാണുന്നതാണ് പാർക്കിംഗ് ഏരിയ. കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ പാർക്കിംഗ് ഏരിയ ആണ്. അവിടെ വിശാലമായ പാർക്കിംഗ് ഏരിയ അവൈലബിൾ ആണ്. ടിക്കറ്റ് എടുത്ത് നമ്മൾ ഉള്ളിലോട്ട് പോയി. ഇത് എലിഫൻറ്റ് മ്യൂസിയമാണ്. വെൽക്കം ടു എലിഫൻറ്റ് മ്യൂസിയം കോന്നി. ഈ റെയറായിട്ടാണ് നമുക്കൊരു എലിഫൻറ്റ് മ്യൂസിയം കാണാൻ പറ്റുന്നത്. ആനയെക്കുറിച്ചുള്ള A to Z നമുക്ക് ഈ മ്യൂസിയത്തിൽ കാണുവാൻ സാധിക്കും. ഫസ്റ്റ് തന്നെ കയറുമ്പോൾ എൻട്രൻസിൽ തന്നെ ഒരു വലിയൊരു എലിഫൻറ്റിൻ്റെ ഒരു മോഡൽ ചെയ്തിട്ടുണ്ട്. ഒരു മനോഹരമായ ഒരു മോഡലാണത്. ഒരു നാച്ചുറൽ ലുക്കിംഗ് ആണ്, നാച്ചുറാലിറ്റി ഉള്ളൊരു മോഡലാണത്. പിന്നെ ഇതിൻ്റെ എവല്യൂഷനാണ്, അതായത് എലിഫൻ്റ് എവല്യൂഷനാണ്. പല ആദ്യം ഒരു വേറെ രൂപത്തിലാണ് മൊറത്തീരിയം, പിന്നെ അങ്ങനെ അത് ഇവോൾവ് ചെയ്ത് അവസാനം മാമത്തിലെത്തി നിൽക്കുന്നതാണ് ഈ കാണുന്നത്. നമ്മുടെ എലിഫൻറ്റിൻ്റെ പൂർവികർ മാമത്ത് എന്നാണ് പറയുന്നത്. ഈ മ്യൂസിയത്തിൽ എലിഫൻസിൻ്റെ അനേകം ഫോട്ടോസ്, വളരെ ഗംഭീരമായ ഫോട്ടോസും ആ ഒരു റെയർ ആൻഡ് ബ്യൂട്ടിഫുൾ ഫോട്ടോസ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഹൈ ക്വാളിറ്റിയിലുള്ള ഫോട്ടോസും കാണുവാൻ സാധിക്കും. ഇതൊരു എലിഫൻറ്റ്, ഒരു ആനക്കൂട്ടം, ഒരു വലിയൊരു ഇമേജ് തന്നെയാണത്. ആനക്കൂട്ടത്തെ പിടിയാനകളാണ് നയിക്കുന്നത്. ഒരു മാട്രിയാർക്കി നിലനിൽക്കുന്ന ഒരു വിഭാഗമാണ് ആനകൾ. എലിഫൻറ്റ് സ്കെലിട്ടനാണിത്. ഒരു എലിഫൻറ്റ് സ്കെലിട്ടൻ ഫുള്ളായിട്ട് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ആനയ്ക്ക് ഏകദേശം 326 മുതൽ 351 വരെ സ്കെലിട്ടൺ അസ്ഥികളാണ് ഉള്ളത്. ആഫ്രിക്കൻ എലിഫൻറ്റിന് 21 പെയർസ് ഓഫ് റിബ്സ് ആണുള്ളത്. കൂടാതെ ഏഷ്യൻ എലിഫൻസിനാണെങ്കിൽ 19 to 20 പെയർസ് ആണുള്ളത്. മനുഷ്യരുടെ തലയോട്ടി പോലെ ആനയുടെ തലയോട്ടിയിലും സൈനസുകളുണ്ട്. ഇത് ആനയുടെ താടിയല്ലാണ്. മാൻഡിബിൾ മനുഷ്യന് താടിയലുമായി സാദൃശ്യമുണ്ട്. 3 വീതം അണപ്പല്ലുകളാണ് കാണുന്നത്. അത് ഒരുമിച്ചാണ് സ്ഥിതി ചെയ്യുന്നത്. അതൊരു 3 പല്ല് ഒരുമിച്ച് നിൽക്കുന്നതാണത്. കൂടെ കുറേ സുഷിരങ്ങളൊക്കെ കാണാം. അതിനെയാണ് ബ്ലഡ് വെസൽസും നെർവ്സൊക്കെ പോകുന്നത്. മനുഷ്യൻ്റെ താടിയുമായി സാമ്യമുണ്ട്. ഇത് മാക്സിലയാണ്, തലയോട്ടി. ആനകൾക്ക്, അതായത് ഇൻസൈസേഴ്സ് ആണ് അതിൻ്റെ കൊമ്പായി ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മുടെ ഫ്രണ്ടിലുള്ള മുകൾ ഭാഗത്തെ 2 വലിയ പല്ലില്ലേ, ഫ്രണ്ടിലുള്ള പല്ല്, അത് ഡെവലപ്പ് ചെയ്താണ് ആന കൊമ്പായി മാറുന്നത്. നമ്മൾ കെനൈൻസ് ആണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്, ഉളിപ്പല്ലാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല, ഇൻസൈസർ പല്ലുകളാണ്. ഇത് മോളാസാണ്, അതായത് അണപ്പല്ലുകളാണ്. ആനയുടെ അണപ്പല്ലുകളാണ് കാണുന്നത്. അത് ജോയിൻ ചെയ്ത് 3 ജോയിൻ ചെയ്ത് ഒരു നിരയിലായി നിൽക്കും. 1810 മുതൽ തന്നെ ഈ കോന്നി ആനപ്പിടുത്തം ആയി ബന്ധപ്പെട്ട് പേര് കേട്ടതാണ്. പണ്ട് മുതലേ ഇവിടെ ആനയെ പിടിക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ ഓരോരോ ആയുധങ്ങളാണ്, ഉപകരണങ്ങളും ആയുധങ്ങളുമാണ് ആനയെ പിടിക്കാൻ വേണ്ടിയും മറ്റും ഉപയോഗിച്ചിരുന്നത്. ഇതൊക്കെ ഈ എലിഫൻറ്റ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. കത്തിയാണ്, ഒരുതരം കത്തിയാണത്. കൊമ്പ് ചുറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടാകും. ചില ആനയുടെ കൊമ്പൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ആനക്കെണി, ഇതും നമ്മൾ പല സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആനക്കെണിയാണിത്. ആനയുടെ കാല് അതിൽ വെച്ച് കഴിഞ്ഞാൽ കുടുങ്ങിപ്പോകുന്ന തരത്തിലുള്ള കെണി. ഇത് മുട്ട് ചിരട്ടയാണിത്. നമ്മുടെ കാൽമുട്ടിൽ കാണുന്ന ആ ഒരു ഭാഗമില്ലേ, അതാണ് ഈ മുട്ട് ചിരട്ട. ഒരു ബോൾ പോലെയുണ്ട് കാണാൻ, ബോൾ മുറിച്ചതുപോലെയുണ്ട് കാണുവാൻ വേണ്ടി. ഇത് ആനയുടെ എവല്യൂഷനാണ് കാണിക്കുന്നത്. പണ്ട് ഒരു പന്നിയുടെ പോലത്തെ ഒരു രൂപമായിരുന്നു. പിന്നീട് അത് രൂപാന്തരം പ്രാപിച്ച് ഈ നിലയിലായി.
മാമത്താണ് ലാസ്റ്റ് വന്നത്. അതിനുശേഷമാണ് ഈ കാണുന്ന ആനയിലേക്ക് രൂപം പ്രാപിച്ചത്. ഇവിടെ പല പല അറിവും ആനയെ പറ്റിയുള്ള പല അറിവുകളും നമുക്ക് ഈ മ്യൂസിയത്തിൽ നിന്ന് ലഭിക്കും. മനോഹരമായ ഒരു ഫോട്ടോ കാണാം. ആനയുടെ കണ്ണ്. ഏഷ്യൻ എലിഫൻറ്റും ആഫ്രിക്കൻ എലിഫൻറ്റും തമ്മിൽ പ്രകടമായ വ്യത്യാസങ്ങൾ കാണാം. കൂടാതെ ആനകൾ പുരാതനമായ നാണയത്തിൽ ആനകളെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. പല പല രാജ്യത്തിൻ്റെയും അതിപുരാതന നാണയങ്ങളിൽ വരെ ആന ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇതവിടെയുള്ളൊരു സൗണ്ട് സിസ്റ്റമാണ്. അതായത് കാട്ടിലുള്ള പല പല ജീവികളുടെയും ശബ്ദങ്ങൾ ആ ഒരു ആംബിയൻസിൽ നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പം കടുവ, ആന, പുലി, കരടി, അങ്ങനെ കിളികൾ, അങ്ങനെ പല പല വ്യത്യസ്തമായ ശബ്ദങ്ങൾ നമ്മൾ കാട്ടിൽ എങ്ങനെയാണോ അത് മനസ്സിലാക്കുന്നത് അതേ രീതിയിൽ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു എലിഫൻറ്റ് ക്യൂസ് എന്ന് പറയുന്നൊരു ഇതുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് ഒരു സ്ക്രീൻ ഉണ്ട്. ആ സ്ക്രീനിൽ നമുക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകാം. ഹൗ മെനി സ്പീഷീസ് ഓഫ് എലിഫൻറ്റ് സർവൈവ് ഓൺ എർത്ത് ടുഡേ. അപ്പോൾ അങ്ങനെ പല പല ചോദ്യങ്ങൾ, ആനയെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ നമുക്ക് ഇവിടെ നിന്ന് നേടുവാൻ വേണ്ടി സാധിക്കും. എലിഫസ് മാക്സിമസ് എന്നാണ് ഏഷ്യൻ ആനകളുടെ ശാസ്ത്രീയ നാമം. കൂടാതെ ആഫ്രിക്കൻ ആനകളുടെ ശാസ്ത്രീയ നാമമാണ് ലോക്സഡോണ്ട ആഫ്രിക്കാന എന്നാണ്. ഈ കോന്നിയിൽ ആനകളും പരിപാലിക്കുന്നുണ്ട്. ഏകദേശം 6-8 ആനകൾ ഇവിടെ പരിപാലിച്ച് വരുന്നുണ്ട്. 1810 ഈ കോന്നി ആന പിടുത്തവും മറ്റുമായി പേര് കേട്ടിട്ടുണ്ടെങ്കിലും 1942 ഇവിടെ ഒരു ആനക്കൂട് ആദ്യമായി സ്ഥാപിക്കുന്നത്. ഇവിടെ പല ആനകളും കാട്ടിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടതും അങ്ങനെ കാട്ടിൽ നിന്ന് കിട്ടുന്നതുമായ ആനകളൊക്കെ ഇവിടെ പരിപാലിച്ചു വരുന്നു. കൂടാതെ 1977 ഈ ആനപിടുത്തം ഔദ്യോഗികമായി നിയമപ്രകാരം നിരോധിക്കുന്നത്. എന്നിരുന്നാലും അതിന് കുറേ വർഷങ്ങൾ മുൻപ് തന്നെ ഈ ഭാഗങ്ങളിൽ ആനപിടുത്തം നിർത്തിയിരുന്നു. ആനകളെക്കുറിച്ചുള്ള ചരിത്രങ്ങളും കൂടാതെ പല പല അറിവുകളും നമുക്ക് ഈ എലിഫൻറ്റ് മ്യൂസിയത്തിൽ നിന്ന് ലഭിക്കും. ഒരു ബാക്ക്ഗ്രൗണ്ട് വാളിൽ ഫുൾ ലെങ്ത്തിൽ അവരൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ആനകളെക്കുറിച്ചുള്ള സിനിമകളാണ്. ജംബോ എന്നൊക്കെ പറയുന്ന പല പല ലീല, ആന, അങ്ങനെ സിനിമകൾ മലയാളത്തിലും അനേകം ഇറങ്ങിയിട്ടുണ്ട്. ഈ മ്യൂസിയത്തിൻ്റെ പുറകുവശത്തായിട്ട് ഒരു ആർട്ട് ഗാലറി ഉണ്ട്. അതിൻ്റെ എൻട്രൻസാണിത്. അതിൽ കരകൗശല വസ്തുക്കളും ചിത്രങ്ങളും മറ്റുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമുക്കത് ഇവിടെ നിന്ന് വാങ്ങിക്കുവാനും സാധിക്കും. ആർട്ട് ഗാലറിയിൽ പല വസ്തുക്കളും ആനയുമായി ബന്ധപ്പെട്ട പല വസ്തുക്കളും ഇവിടെ നമുക്ക് വാങ്ങിക്കുവാനും കാണുവാനും സാധിക്കും. അടുത്തൊരു വീഡിയോയുമായി പിന്നീട് കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.